അയാളുടെ കൈയും കാലും കെട്ടിയിട്ടത്? എനിക്കറിയത്തില്ല. ഇനി ബോധമില്ലാണ്ട് നമ്മളെങ്ങാനും ചെയ്തു തന്നെ ആയിരിക്കോ? ഒന്ന് പോയേടി, നിനക്ക് ഓർമ്മയില്ലേ നമ്മളയാളെ തള്ളിയിട്ടിട്ടാ ഓടി വന്നത്? അത് ശരിയാ. ഇനി നമ്മളെ കൊടുക്കാൻ അയാൾ മനഃപൂർവ്വം ചെയ്തതാണെങ്കിലോ ഇങ്ങനെയൊക്കെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ഉള്ള രീതിയിൽ മൊത്തം പറയാം. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അവര് നമ്മളെ വിശ്വസിക്കത്തൊന്നുമില്ല. അവനാണെങ്കിൽ വലിയൊരു പണക്കാരനാ, വലിയ എന്താ പറയാ പിടിപാടൊക്കെ ഉള്ള ആൾക്കാര്. അതുകൊണ്ട് അവനെ ആ പോലീസുകാർ വിശ്വസിക്കത്തുള്ളൂ, നമ്മളെ ഒന്നും വിശ്വസിക്കത്തൊന്നുമില്ല. ആണോ? നമുക്കൊരു കാര്യം ചെയ്താലോ? പറ. നമുക്ക് പപ്പനെ കൊണ്ടുപോവാം. പപ്പൻ ഈ മിലിറ്ററിയിലൊക്കെ ആയിരുന്നോണ്ട് പോലീസുകാരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സഹകരണം ഉണ്ടാവും. അത് നല്ലൊരു ഐഡിയ കേട്ടോ. ആടെ നിങ്ങൾ ആള് കൊള്ളാലോ. എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കിയത് പാവങ്ങളെ പോലെ ഇരുന്നിട്ട്. ദേ ചുമ്മാ അറിയാണ്ട് ഓരോന്ന് പറയരുത് കേട്ടോ, നമ്മളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണോ ഇവിടെ പോലീസ് വന്നത്? എന്റെ പൊന്നു കൊച്ചെ കാര്യം നീ സംസാരിക്കാൻ നിക്കല്ലേ. വന്ന സമയത്തേ ഞാൻ പറഞ്ഞ രണ്ടും കൂടി എനിക്ക് വെറുതെ പണി ഉണ്ടാക്കരുതെന്ന്. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊന്നും ചെയ്തിട്ടില്ലാന്ന്. ഹായ് ക്രിമിനൽ ഗേൾസ്. എന്താ ഒരു കൂലങ്കുശമായ ചർച്ച? ഇവരുണ്ടാക്കിയ പ്രശ്നത്തെ കുറിച്ച് പറയായിരുന്നു പാപ്പു. പ്രശ്നങ്ങൾ തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. എന്ത് പ്രശ്നങ്ങള്? നാളെ പോലീസുകാർ ഇവിടെ വരില്ലേ, എന്നിട്ട് രണ്ടിനും തൂക്കിയെടുത്തോണ്ട് പോവില്ലേ, എന്നിട്ട് ജയിലിൽ പിടിച്ചിടില്ലേ. പാപ്പു നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ന്യൂസായി, നാട്ടുകാരറിയലായി. തൂക്കിക്കൊല്ലാൻ വരെ ചാൻസ് ഉണ്ടെന്നാ കേട്ടത്. അറ്റംപ്റ്റ് ടു മർഡർ, അതായത് IPC 307. നമുക്കറിയില്ല. പിന്നെ ആരെയൊക്കെ ചെയ്തു? ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നാ പണ. സംഭവിച്ചല്ലാണ് നമ്മൾ ആരെയും കൊല്ലാൻ നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ അതാരായിരിക്കും ചെയ്തത്? ഇവരല്ലെങ്കിൽ സാർ ഒന്നുകൊണ്ടും പേടിക്കണേ സാറേ. നാളെ സ്റ്റേഷനിൽ പോയി അവൾമാർക്കെതിരെ മൊഴി കൊടുക്കുന്ന കാര്യം ഞാനേറ്റ്. സാറേ ഒരു സെക്കൻഡ്, ഞാൻ വിളിക്കാം. ആരാ ആരാണ് ഇവിടെ? ആരാ ആരാണ് ആരാ? ഞാനും തന്റെ സാറും കൂടി കാട്ടിക്കൂട്ടാനുള്ള പണിയാണ്. ഇതിന്റെ പേരിലെങ്ങാനും താൻ കേസിന് പോയാൽ തനിക്കും കിട്ടും പണി. ഞാനൊന്നും പറയില്ല, ഞാൻ അവരോടൊന്നും പറയില്ല. സൂപ്പർ ഗേൾ. സമയമായി. ഈ പിള്ളേർക്കൊരു പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് എന്ത് ഇവരെ കളിപ്പിള്ളേന്നാണ് ഇവര് വിചാരം. എന്താ ഇങ്ങനെ? എന്താ പാപ്പാ? പിള്ളേരെവിടെ? അവര് റെഡി ആയിക്കൊണ്ടിരിക്ക, ഇപ്പൊ വരും. എന്തോന്ന് റെഡിയാവുന്നു? സ്റ്റേഷനിൽ പോവാൻ സമയമായി. ഒരു കൃത്യനിഷ്ഠ വേണ്ടേ? ഒരു പഞ്ചായത്ത് വേണ്ടേ? അതും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോ അവര് പറഞ്ഞ സമയത്തിന് പോണ്ടേ? അല്ലെങ്കിൽ അവർക്ക് മോശമല്ലേ? പ്രത്യേകിച്ച് എന്നെ പോലൊരു സൈനികൻ ആ വാക്ക് പാലിക്കണ്ടേ? നിങ്ങൾ എന്തോന്ന് പോയാ? എങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മുഴിപ്പിക്കാൻ നിൽക്കൂലല്ലോ, അതിനു മുമ്പ് പോയല്ലോ. നന്നാവൂല. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം എങ്ങനെ നന്നാവൂല. എന്ത് പറയാ? സമയത്താണ് അവന്റെ കയ്യിൽ നിന്ന് ആ ജ്യൂസ് വാങ്ങിച്ച് കുടിക്കാൻ തോന്നിയത്. അയ്യോ ഇവിടെ നിനക്ക് തീരെ വയ്യടി. ഒട്ടും വയ്യ. എന്ത് ചെയ്യും? നമ്മളെന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? നിങ്ങൾ പോയിട്ട് വാ. ഈ അവസ്ഥയിൽ ഞാൻ വന്നാൽ ഫുൾ കുളമാകും. ഒരു കണക്കിന് നീ വരാതിരിക്കണ തന്നെ നല്ലത്. നമ്മൾ രണ്ടുപേരെയും ജയിലിൽ പിടിച്ചിട്ട് ആ വീട്ടുകാരുടെ അടുത്ത് ആരും വിളിച്ച് പറയോ അല്ലേ? അങ്ങനൊന്നും ടെൻഷനൊന്നും വേണ്ട. പിന്നെ
അവര് നിങ്ങൾ പറഞ്ഞൊന്നും വിശ്വസിച്ചില്ലെങ്കിൽ ഇത് പറഞ്ഞാൽ മതി. ഒരു കുട്ടി അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ച് അത്യാവശ്യം നിലയിൽ ഇവിടെ കിടക്കുകയാണ്, അപ്പൊ വിശ്വസിച്ചോളൂ. ആ അങ്ങനെ പറയല്ലേ, മറ്റേ വെള്ളത്തിൽ കളിക്കി തന്ന കാര്യം. ആ അത് നല്ല ഐഡിയ അടി, അങ്ങനെ ചെയ്യാം. നീ അതെ, നിങ്ങളൊന്ന് വേഗം ഇറങ്ങി, പപ്പ വിളിക്കുന്നു. ഞാൻ മാത്രമേ വരുന്നുള്ളൂ, അവള് വരുന്നില്ല. അതെന്താ? അവൾക്ക് സുഖമില്ല. വരാതിരിക്കാനുള്ള ഓരോ ഉടായ്പകള്. പെണ്ണെ മര്യാദയ്ക്ക് നാവും വെച്ചിട്ടും ഉണ്ടായിരുന്നോ? നിനക്കെന്റെ സ്വഭാവം അറിയത്തില്ല കേട്ടല്ലോ. പോട്ടെടി പോട്ടെ, നീ റെസ്റ്റ് എടുക്ക, ഞാൻ പോയിട്ട് വരാം. നീ സൂക്ഷിക്കണേ, നമ്മളെപ്പോഴും ഒരുമിച്ചേ പോയിട്ടുള്ളൂ. നീ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോകുന്നത്, സൂക്ഷിക്കണേ. സാരില്ല, നിനക്ക് വയ്യാത്തോണ്ടല്ലേ, നീ റെസ്റ്റ് എടുക്ക്. ശരി, നിനക്ക് വരണെങ്കി വാ. ശരി വാ. അത് വെക്കുന്നില്ലേ? ആ ഒന്ന് വെക്ക്. ഇവരുടെ കൂടെ നീ സൂക്ഷിച്ചോ. ഞാൻ നോക്കിക്കോളാം, ഇതിണ്ടാക്കണ്ട. എടി നീ സൂക്ഷിച്ചോ. ഇപ്പഴും ഞാൻ അതാ പറയുന്നത്, നീ ഒറ്റയ്ക്ക് നീ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ എല്ലായിടത്തും ഒരുമിച്ചേ പോയിട്ടുള്ളൂ. സാരില്ല, നിനക്ക് വയ്യാത്തോണ്ടല്ലേ, നീ കടന്നു. ശരി വാ. മൊത്തം പൊടിയായല്ലോ പപ്പ. ശരി, പോപ്സ് എന്നെ വിളിച്ചോ? വിളിച്ചു. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോണ്ടേ? പോലീസ് സ്റ്റേഷനിലോ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക്. ആഹാ, അത് കൊള്ളാം. ഇന്നലെ SI പറഞ്ഞാലേ കൃത്യം 9 മണിക്ക് ഇവിടെ ഉള്ള എല്ലാ പേരും പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന്. അത് അയാൾക്ക് വട്ടായതുകൊണ്ടല്ലേ, ഞാനൊന്നും വരുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ വട്ടനെന്നോ? പിന്നെ അല്ലാണ്ട് അയാൾക്ക് വട്ടില്ലെങ്കിൽ പിന്നെ ഈ കല്യാണം വിളിക്കണ പോലെ എല്ലാവരോടും സ്റ്റേഷനിലേക്ക് വരാൻ പറയോ? അദ്ദേഹം ഒരു നിയമപാലകനാണ്. അദ്ദേഹം പറഞ്ഞാൽ അതുപോലെ നമ്മൾ അനുസരിച്ചിരിക്കണം. എന്റെ പോപ്സ്, എനിക്ക് പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ തുമ്മല് വരും. ചെറുപ്പത്തിൽ തൊട്ടുള്ള അലർജിയാ. ആണോ? അതിന് ഞാൻ നല്ല മരുന്ന് വാങ്ങിച്ചു തരാം, പോരെ? പോപ്സ്, ഞാൻ എന്തിനാ വരുന്നത്? ഈ വീട്ടിലുള്ള എല്ലാ പേരും വരണമെന്ന് പറഞ്ഞാൽ നീയും അതിൽ ഉൾപ്പെടും. അതുകൊണ്ട് വാ. പോ. എന്താ പറഞ്ഞ? ഒന്നുമില്ല. എന്നാ വാ, പോ. പപ്പ, ഞാൻ എന്റെ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്, പോവാം. അല്ല, മറ്റേ കുട്ടി എവിടെ? ആ മാളു അല്ലേ? മാളുവിന്റെ കാര്യമൊന്നും പറയണ്ട. അവൾക്ക് മേലുവേന, തലവേദന, കൈവേദന, കാലുവേന, പനി, ജലദോഷം, തുമ്മൽ, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അതങ്ങനെ ശരിയാവും? നിങ്ങൾ രണ്ടുപേരും മെയിന്. നിങ്ങളെ കൃത്യസമയത്ത് സ്റ്റേഷനിൽ എത്തിക്കാന്ന് ഞാനാണ് വാക്ക് കൊടുത്തത്. വയ്യാത്തൊരാളെ തല ചുമന്നോണ്ട് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് സ്റ്റേഷനിലൊന്നും ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം, പോരെ? അങ്ങനെയാണെങ്കിൽ മതിയായിരിക്കില്ലേ? അത് മതി. ആ വാളുകൊച്ചിന് പനിയും ജലദോഷവും കണ്ണനും മുഖനും ഒക്കെ ഉണ്ട്. ആ ഉണ്ട്. അയ്യോ പോപ്സ്, ഞാനൊരു കാര്യം പറയട്ടെ. ആ കുട്ടീനോട് ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല. അതിനൊരു കൂട്ടിരിക്കണ്ടേ? ഞാൻ ഇരുന്നോളാം. നല്ല നല്ലത്. ആ വേല അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. അത് എന്റെ അടുത്ത് ചെലവാകൂല കേട്ടോ. ഇവിടെ കൂട്ടിരിക്കാൻ വേറെ ആളുണ്ട്. പാറോ, ആ മാളുവിനെ നോക്കിക്കോളേ. ഓക്കെ, നോക്കിക്കോളാം. ചലോ ചലോ ചല്ലോ. ചലോ. എടാ, നന്നായി അമർത്തി കുഴക്കടാ, എന്നാലേ പൊറോട്ട നന്നായി വീശി അടിക്കാൻ പറ്റൂ. സാർ, ഈ മസിലൊക്കെ ഊരി എൻ്റെ ഉള്ളം കയ്യിലെത്തി. സാർ, 25 കിലോ മാവ് ഞാൻ കുഴച്ചു. ഈ കുഴച്ച് ഞാൻ മാവ് വേസ്റ്റ് ആവും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓ അങ്ങനെയാണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, ഇനി എന്നാ ചായ അടിച്ച്. ഓക്കെ. അടിക്കടാ. എനിക്കറിയാൻ പാടില്ല, പ്ലീസ് ഒന്ന് കാണിച്ചു തരൂ. ഗ്ലാസ് എടുത്ത് കുറച്ച് പഞ്ചസാര, കുറച്ച് ചൂടുവെള്ളം, കുറച്ച് ചായപ്പൊടി, കുറച്ച് പാല്. കുടി. സാറേ, കടുപ്പം എന്ന് പറഞ്ഞ സാധനം ഇതിനില്ല. പ്ലീസ് അതെങ്കിലും ഒന്ന് പഠിക്കട്ടെ, പ്ലീസ് പ്ലീസ്. ശരിയാക്കി തരാം. കടുപ്പല്ലേ അല്ലേ? എല്ലാ ദിവസവും ചായ ഉണ്ടാക്കണ എന്നോടാണോ ഈ പറയുന്നത്? എന്റെ ചായ മോശം. പക്കിനടിച്ച് കഴിഞ്ഞാൽ മോശമായി പോയാണ്. ഞാൻ വയറ്റിൽ കൊക്കപ്പുഴ വളർത്തുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ സഹിക്കും. ചായ
നീ തട്ടുകടക്കാരെ ഭീഷണിപ്പെടുത്തി ഓസിന് പുട്ടടിക്കില്ലടാ. വിശന്നിട്ടല്ല സാറേ. നിന്റെ വിശപ്പ് ഞാൻ മാറ്റി തരടാ. സാർ, ആ ട്രാവൽസ് കേസിൽ പിള്ളേര് വന്നിട്ടുണ്ട്. കയറി വരാൻ പറ. പിന്നെ ഇവനെ കൊണ്ടുപോയി 100 സിറ്റപ്പ് പഠിപ്പിക്കണം. സാറ് 100 സിറ്റപ്പൊക്കെ ഞാൻ അടിച്ച് എന്റെ കാല് ഗത പോലെയായി പോകും. പിന്നെ ഞാൻ ബാലക്കാർക്ക് റെന്റിന് വിടാൻ പോലും എന്റെ കാലിനെ കൊണ്ട് പെല്ലാണ്ടായി പോകും. അല്ലെങ്കിലേ ഗത പോലെ ഉണ്ട്. ചെല്ലടാ. അതിന് പോണം. 50 എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? 100 എണ്ണം ഓരോന്ന് കേറി വന്നോളൂ. ജയ് ഹിന്ദ് സാർ. ജയൻ, എന്റെ പേര് പപ്പൻ. ഇന്നലെ നമ്മൾ മീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. 22 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം വിശ്രമം ചെയ്ത് നിൽക്കുന്നു. സാർ ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഒരു പട്ടാളക്കാരന്റെ കടമ. ഇനി നിങ്ങളെല്ലാം അപ്പുറത്ത് പോയിരിക്കും. ഇതുവഴി ഒരു പോലീസ് ഓഫീസറാണ് ഇരിക്കുന്നത്, അവരെ ബഹുമാനിക്കണം. സോറി സാർ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വന്നു. എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിൽ കൃത്യം മറുപടി പറയണം. ലേനായിരിക്കണം. സാർ, എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. നിങ്ങൾ എന്തിനാണ് അയാളെ മർദ്ദിച്ച് അവശനാക്കി കൈയും കാലും കെട്ടിയിട്ടത്? ഞങ്ങളല്ല സാർ. നിങ്ങളല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പോപ്സ് വിളിച്ചിട്ട് വന്നതാ. ഏത് പോപ്പിൻസ്? സാർ, പോപ്പിൻസ് അല്ല, പപ്പൻസ്. എന്നെയാണ് അവർ പോപ്പിൻസ് എന്ന് വിളിക്കാറ്. ഞാനാണ് വിളിച്ചോളൂ. ഓ, അപ്പൊ ആരാ കെട്ടിയിട്ടത്? സാർ, അത് ഈ കുട്ടി മറ്റേ കുട്ടിയാണ് സാർ. കുട്ടി എന്തിനാ കെട്ടിയിട്ടത്? ഞാൻ കെട്ടിയിട്ടില്ല സാർ. കുട്ടി കെട്ടിയിട്ടില്ലാന്ന്. ഈ കുട്ടിയാ സാർ. എന്നാ കുട്ടി മിണ്ടു. കുട്ടി മിണ്ടുന്നില്ല. അത് പിന്നെ സാർ, എല്ലാവരും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാതെ മോശമല്ലേ നേരിച്ചുണ്ടായിരുന്നു. കുട്ടി മിണ്ടു. എന്താണ് സാർ ഞാൻ പറയേണ്ടത്? കുട്ടിക്ക് എൻജോടി അറിയാം. രണ്ടിന്റെ പിന്നെന്താ? ഓ 2 2 ഈ 2 4 3 2 6. Stop it! എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? കെട്ടിയിട്ട കുട്ടികളെ കൊണ്ടുവരാനല്ലേ? അത് ഞാൻ തന്നെയാണ് സാർ. കാര്യം ഞാൻ എന്താന്ന് പറയാം. പറയൂ. ഞാനും എൻ്റെ കൂട്ടുകാരും ആളും കൂടി ഇന്റർവ്യൂവിന് പോയത്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും അവര് വെള്ളത്തിൽ ചേർത്തെന്തോ ഞങ്ങൾക്ക് കുടിക്കാൻ തന്നു. അത് കുടിച്ചോടുകൂടി മാളു ക്ഷീണിച്ച് ആകെ വയ്യാണ്ടായി. അല്ലാണ്ട് ഞങ്ങൾ ആരെയും കെട്ടിയിട്ടോ ഉപദ്രവിച്ചിട്ടോ ഒന്നുമില്ല. മാളു അവിടെ വീട്ടിൽ വയ്യാണ്ട് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ അവൾ വന്നേനായിരുന്നു. അപ്പൊ അയാൾ തന്നെത്താൻ കയ്യും കാലും കെട്ടി കിടന്നാണോ? ആയിരിക്കും സാർ. സാർ, എൻ്റെ നിഗമനം അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം കാണും. അങ്ങനെയുള്ളവരുണ്ടല്ലോ. മനുഷ്യരുടെ കാര്യങ്ങളല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇയാൾ എന്തിനാണ് ചിരിക്കണേ? ചുമ്മാ. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. സാലി, സർ. ആ എയർലൈൻസിന്റെ കേസിലെ സാക്ഷികൾ ഉണ്ട് സാർ. കൂട്ടി വിടും. സാർ, സാർ, ശരിക്കും ഞങ്ങളാണ് അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടിയിരുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് തന്നില്ല? ഉറങ്ങിപ്പോയി. അതിന്റെ കുറ്റാണോ? സാറേ, ഇവിടെ AC ഇല്ലേ? അതെ, ഇവിടെ AC ഇല്ലേ? പുറത്തൊരു PC ഉണ്ട്, വേണോ? അതെ, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. എടുത്ത് ഞാൻ സെല്ലിലിടൂ. എടോ, ഇവരാണോ തന്റെ സാറിനെ മർദ്ദിച്ച് അവശരാക്കിയത്? സാറേ, എനിക്കൊരു കേസുമില്ല. ഞാൻ ഇതിന്റെ സാക്ഷിയല്ല. എടോ, താനെന്താണോ ഇങ്ങനെ പറയുന്നത്? ഇന്നലെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. സാറേ, എനിക്കൊന്നും പറയാനില്ല. എന്നെ വെറുതെ വിട്ടേക്ക് സാറേ. എനിക്ക് ജീവിക്കണം. സാറേ, അയാൾക്ക് കേസൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളെ വിട്ടൂടെ സാറേ? വേണ്ട, ഇവിടെ കയറി താമസിച്ചോ. ഒന്ന് ഇറങ്ങി പോ കൊച്ചേ. താങ്ക് യു സാർ. എടോ സാരി, വിളിച്ചോണ്ട് പോടോ എല്ലാത്തിനും. സാർ, എനിക്കൊരു ഡൗട്ട്. ഒരു മേലുദ്യോഗസ്ഥനെ കാണുമ്പോൾ ഒരു കീഴ് ഉദ്യോഗസ്ഥൻ സല്യൂട്ട് അടിക്കേണ്ടതല്ലേ? സാറിന് കണ്ടപ്പോൾ എന്തുകൊണ്ട് സല്യൂട്ട് അടിച്ചില്ല? അതുമല്ല, ഇതുപോലെ പട്ടാളത്തിലായിരുന്നെങ്കിൽ ഗ്രൗണ്ടിന് ചുറ്റും 100 പ്രാവശ്യം ഓടിക്കും. എന്നിട്ട് നട്ടുച്ച വെയിലത്ത് നിർത്തും. ആ വെയിൽ കൊണ്ടാലുണ്ടല്ലോ സാർ, തല ഇങ്ങനെ കറങ്ങും. ഒന്ന് എഴുന്നേറ്റ് പോടോ സാർ.
എവിടുന്ന് കിട്ടുന്നത് ഇങ്ങനെ ഓരോന്നിനെ? എല്ലാരും വരൂ, പോവാ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി സൂപ്പർ ഗേൾസ് എന്ന് പറഞ്ഞാൽ എന്നെ ഉപദ്രവിക്കാൻ പറയരുത് പ്ലീസ്. ശരിക്കും നീ കാരാടി സൂപ്പർ ഗേൾസ് ഇനി മേല കെടല ഞങ്ങൾ കളിക്കാൻ നിൽക്കരുത്.